ഇന്നൊരു അവധി ദിവസമായിരുന്നേ. ഇവിടെ ഞായറാഴ്ചകൾ മാത്രമേ സ്കൂൾ അവധിയുള്ളൂ. അപ്പോൾ ഇന്നൊരു ചെറിയ കറക്കമാവാമെന്ന് തീരുമാനിച്ചു. ഞാനും വാവയും ബേബിയും കൂടെ ടൂ വീലറിലാണേ പോകാൻ തീരുമാനിച്ചത്. നല്ല കാലാവസ്ഥയായിരുന്നു. ഇവിടെ മഴ വളരെ കുറവ്. സമയം 10 മണിയായി. വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചെത്തണം. നമ്മളിപ്പോൾ പോണത് വീട്ടിൽ നിന്നും ബാംഗ്ലൂർക്ക് പോകുന്ന റോഡിലൂടെയാണേ. 105 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിന്. വഴിക്ക് വണ്ടി നിർത്തി 1-2 ഫോട്ടോയൊക്കെ എടുത്തു. ഹസ്ബൻഡിന്റെ അമ്മൂമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കുഞ്ഞിപ്പെണ്ണും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. ഇത് വീടിനടുത്ത് തന്നെ ഉള്ള ഒരു പരന്ന പാറയാണേ. ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കിടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം പാറയാണ്. മുൻപ് ഇവിടെ നിറച്ച് പുളിമരങ്ങളായിരുന്നു. ഇപ്പം മരമൊക്കെ വെട്ടിക്കളഞ്ഞു. ഇപ്പം ദൂരെ വേണ്ട 2 പേരും നാടിനെ മേയ്ക്കുന്നുണ്ട്. അവരവിടെ നിന്നിട്ട് സമയം എത്രയായെന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടേ. ഞാൻ സമയം പറഞ്ഞു. അപ്പം ഈ കുന്നിൻ്റെ മുകളിൽ ഒരു തടയണയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ വെള്ളം കുറവുള്ളപ്പോൾ തുണി കഴുകാൻ പോയിക്കൊണ്ടിരുന്ന അവിടെയായിരുന്നു. ഇപ്പം അതിനകത്ത് വെള്ളമൊന്നും കാണാൻ സാധ്യതയില്ല, മഴ കുറവല്ലേ. അപ്പം നമുക്കതൊന്ന് അങ്ങോട്ട് പോകാമെന്നോർത്തുകൊണ്ടാണ് പോകുന്നത്. ഞാനും ബേബി, വാവ, സരസ്വതി, കുഞ്ഞിപ്പെണ്ണ്. അപ്പം ആ ദൂരെ വേണ്ട കാണുന്ന അങ്ങ് പോകണം, കുറേ അങ്ങ് പോകണം. അവിടെ ഒറ്റ ഒരു വീടേ ഉള്ളു അടുത്ത്. ആ മലയുടെ താഴെ പോകണം കേട്ടോ. വീട്ടിലോട്ട് വന്നു പോകുന്നേ ഉള്ളൂ. ഇതുപോലെയൊക്കെ നടക്കാൻ വന്നിട്ട് കുറേ നാളായി. ആ മലയുടെ താഴ്വശത്ത് വീടുകൾ കുറവാണേ. ആടിനെ മേയ്ക്കാനും പശുവിനെ മേയ്ക്കാനും വിറകിന് പോകുന്നവരും ഒക്കെയാണ് അവിടെ കൂടുതലും വരുന്നത്. പക്ഷെ ഇപ്പം ആരും വിറകിന് അങ്ങനെ പോവാറില്ല. കാരണം എല്ലാ വീട്ടിലും ഗ്യാസ് ആയ പിന്നെ വിറകിന് ആരും പോക്കില്ല. കുഞ്ഞുപെണ്ണിന് വേണ്ടി 2 പേരും കൂടെ അവിടെ അടിയായേ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് ഞാൻ വാവയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ത് ചെടിയാണെന്ന് അറിയത്തില്ല. കുറേ ഉണ്ട് ഇവിടെയൊക്കെ. എന്തിനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അപ്പം നടന്ന് നമ്മൾ നേരത്തെ കണ്ട വീടിൻ്റെ അവിടെ എത്തിയേ. അവിടെ ഒരു പുളിമരമുണ്ട്. പുളിമരത്തിൻ്റെ ചോട്ടിൽ ആടുണ്ട്, പശുവുണ്ട്, പട്ടിയുണ്ട്. അങ്ങ് താഴെ വശത്ത് കോഴികളുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ, കാറ്റുമുണ്ട്. പുളി നിറച്ച് പൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയുടെ പൂവും തളിരിലയും ഒക്കെ ഇവിടെ കറി വെക്കും. തൊട്ടപ്പുറത്ത് മാറി ഒരു മുൾച്ചെടിയുണ്ട്. നമ്മുടെ നാട്ടിലെ തൊടലിമുള്ള് പോലെ ഉള്ളത്. തൊടലിമുള്ളല്ല ഇത്. ഇതിൻ്റെ പേര് ശീമജാലി. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഈ പാറക്കല്ല് മുൾച്ചെടിയെ ചാരിയിരിക്കുന്നതാണോ മുൾച്ചെടി പാറക്കല്ലെ ചാരിയിരിക്കുന്നതാണോ എന്നറിയത്തില്ല. ഇത് ഇവിടെ ഒരു ചെതൽപ്പുറ്റുമുണ്ട്. ഈ ചെതൽപ്പുറ്റിന് ഇവിടെ പൂജ ചെയ്യാറുണ്ട്. പിന്നെ ദേ ഇവിടെ ഒരു പുല്ലിൻ്റെ ഇടയ്ക്ക് ഒരു കുഴി കണ്ടപ്പോൾ അവർക്ക് 2 പേർക്കും ഫോട്ടോ എടുക്കണം. എന്നാൽ ആയിക്കോട്ടെ എന്ന് ഞാനും. കുന്നു കണ്ടോ അത്, പാറകൾ വാരിയിട്ടിരിക്കുന്ന പോലെ. ഇത് ആത്തിച്ചക്ക ഉണ്ടല്ലോ, ആത്തിച്ചക്ക എന്നല്ലേ പറയുന്നത്. ഇത് പഴുത്തിട്ട് കിളികൾ തിന്ന് അതിൻ്റെ തൊണ്ട് ഉണങ്ങി നിൽക്കുന്നതാണേ. കായല്ല, തൊണ്ട് കിളികൾ തിന്നിട്ട് ഉണങ്ങി നിൽക്കുന്നതാണ്. അത് വീണ് പോയിട്ടില്ല. അതുകൊണ്ട് ഇതാണ് തടയണ. വെള്ളം ഇല്ല ഇവിടെ. മഴ അതിനു വേണ്ടിയൊന്നും മഴ പെയ്തില്ല. വളരെ കുറച്ച് മഴയേ ഉള്ളൂ. ഇച്ചിരിയും വെള്ളമുണ്ട്, ശകലം. ഇത് നിറഞ്ഞ് താഴോട്ട് ഒഴുകി വരുമ്പോൾ അവിടെ കൃഷിക്കാവുന്നത് ഈ വെള്ളമാണ്. അപ്പോൾ തുണി കഴുകാൻ വരുന്നവർക്ക് താഴെ ഒരു ചാല് പോലെ ഒരു ഇതുണ്ട്. ഞാൻ അങ്ങോട്ട് പോയില്ല, അത് കാരണം തന്നെ അതെടുത്തിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പുളിയുടെ പൂവ് പറിച്ചു. 2 വീട്ടിലേക്ക് കറി വയ്ക്കാൻ വേണം. ഞങ്ങളുടെ വീട്ടിലും പിന്നെ അനിയൻ്റെ വീട്ടിലും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണും പുളിയുടെ പൂവ് പറിക്കാൻ ഞങ്ങളുടെ ഒപ്പം കൂടിയേ. അതിനിടയ്ക്ക് വാവയുടെ കണ്ണിൽ പൊടി പോയി. അവൾ കണ്ണും തിരുമ്മി അവിടെ നിൽക്കാൻ തുടങ്ങി. കവറൊന്നും കയ്യിലില്ലാത്ത കാരണം ഷാളെടുത്ത് നടുവ് കെട്ടി ബേബി അതിനകത്ത് പൂ പറിച്ചിട്ടു. നേരം വൈകി തുടങ്ങി. ഇനി വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാൻ.